നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഭക്തലക്ഷങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാല ആശംസകൾ നേരുകയാണ്. മനമുരുകി വിളിച്ചാൽ അഭീഷ്ടവരദായിനിയായ ആറ്റുകാലമ്മ ഭക്തരുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് വിശ്വാസം. പശ്ചിമേഷ്യയിലാണെങ്കിൽ യുദ്ധഭീതി തീരുന്നില്ല. ചേരികളായി തിരിഞ്ഞ് ഇറാനും ഇസ്രായേലും അമേരിക്കയും പോര് തുടരുമ്പോൾ ശാന്തിക്കും സമാധാനത്തിനുമായി പ്രാർത്ഥിച്ചു പോവുകയാണ്. ഈ പോരിനിടെ സാധാരണക്കാരായ ജനങ്ങളാണല്ലോ ജീവനും സ്വത്തും ഒക്കെ മുറുകെ പിടിച്ച് ഉരുകി നിൽക്കുന്നത്. ഈ പൊങ്കാല ദിനത്തിൽ ആ ജനങ്ങൾക്ക് വേണ്ടി കൂടി ആറ്റുകാലമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ നമുക്ക് സമഗ്രമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രാർത്ഥനാ പുണ്യം തേടി ആറ്റുകാലമ്മയ്ക്കുന്ന ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല. 9:45 അടുപ്പുവെട്ട, 2:15 പൊങ്കാല നിവേദ്യം. അനന്തപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഭക്തരുടെ കാത്തിരിപ്പ്. ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ചയ്ക്ക് ശേഷം 3:10 മുതൽ 7 മണി വരെ ക്ഷേത്ര ദർശനം ഉണ്ടാകില്ല. സമഗ്ര തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസ്. അനന്തപുരിയിലേക്ക് നിറഞ്ഞു തൂകുന്ന നൈവേദ്യം, കാക്കണേ എന്ന കൈക്കൂപ്പൽ. ആത്മസമർപ്പണത്തിന്റെ പൊങ്കാല മാർച്ച് 3 ചൊവ്വാഴ്ച. തത്സമയ വിശേഷങ്ങൾ അമൃത ടിവിയിലും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിലും. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ വെല്ലുവിളിയുമായി ഇറാൻ. അടച്ച ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ്. പെട്രോൾ, ഡീസൽ, പാചകവാതക വില കുതിക്കുമെന്ന ആശങ്ക. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തിന് ഭീഷണിയെന്ന് ആവർത്തിച്ച അമേരിക്ക. ഇനിയും സൈനിക നടപടി തുടരുമെന്നും ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ പോർ വിമാനങ്ങൾ യുദ്ധമേഖലയിലേക്ക്. പ്രവാസികൾക്ക് ആശ്വാസം. യുദ്ധ സാഹചര്യത്തിൽ നിർത്തിവെച്ചിരുന്ന വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. ആദ്യ സംഘം കൊച്ചിയിലെത്തി. 6 ഇന്ത്യൻ വിമാനത്താവളങ്ങളിലേക്ക് അടക്കമുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങി. ഉടൻ സർവീസുകൾ തുടങ്ങുമെന്ന ഇൻഡിഗോ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ അറസ്റ്റിലായ KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. മന്ത്രിക്ക് നേരെ ഉണ്ടായത് കരിങ്കൊടി പ്രതിഷേധം മാത്രമെന്നും വധശ്രമത്തിന് കേസെടുത്തത് ശരിയല്ലെന്നും പ്രതിഭാഗം. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും പ്രതികളെ കസ്റ്റഡിയിൽ വിടണമെന്നും പ്രോസിക്യൂഷൻ. മന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിതല ഗതാഗത വാർത്താവിനിമയ മന്ത്രിയായിരുന്നു. വിടവാങ്ങിയത് 6 തവണ വടകര മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി. സംസ്കാരം നാളെ. ഭക്തിയുടെ നിറവിൽ ആറ്റുകാലമ്മയ്ക്കായി ഇന്ന് പൊങ്കാല. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമായി ഇന്ന് രാവിലെ 9:15 ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 9:45 പൊങ്കാല അടുപ്പുവെട്ട് ചടങ്ങ് നടക്കും. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടിക്കഴിഞ്ഞാലുടൻ തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. തുടർന്ന് ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തൊരുക്കിയിട്ടുള്ള പണ്ടാരടുപ്പിലും ജ്വലിപ്പിക്കും. പണ്ടാരടുപ്പിൽ നിന്ന് പകരുന്ന ദീപം ഏറ്റുവാങ്ങി ഭക്തർ സ്വന്തം അടുപ്പുകളിൽ ജ്വലിപ്പിക്കുന്നതോടെ നഗരം യാഗശാലയാകും. 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം. ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ച കഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 മണി വരെ ക്ഷേത്ര ദർശനം ഉണ്ടാകില്ല. എന്തായാലും അമൃത ന്യൂസ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യൂട്യൂബിലും തത്സമയ വിവരങ്ങളുമായി നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മുടെ കൂടെ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഭാഗങ്ങളിലായി നിൽക്കുന്നുണ്ട്. ക്ഷേത്ര പരിസരത്ത് നിന്ന് ഐശ്വര്യയും, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ദേവികയും, തമ്പാനൂരിൽ നിന്ന് അൺഫിലിഡ് ഡിസൂസയും പിന്നെ ആതിരയും ഒക്കെ അങ്ങനെ ചേരുകയാണ്. ആദ്യം തന്നെ പോകുന്നത് ഐശ്വര്യയിലേക്കാണ്. ഐശ്വര്യ, ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. കാരണം ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ആളുകൾ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടാകും. ഐശ്വര്യയോട് തന്നെ ചോദിക്കാം, ഐശ്വര്യ എങ്ങനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്? ആളുകളൊക്കെ ഇപ്പം തന്നെ അവിടെ നിരന്നിരുന്ന് തുടങ്ങിയല്ലേ?
അതേ ശ്രീജ സൂചിപ്പിച്ചതുപോലെ അനന്തപുരി യാഗശാല മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഞാനിവിടെ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നിൽക്കുന്നത്. ഒരു തലസ്ഥാനവാസി എന്ന നിലയിൽ നമുക്കറിയാം, സ്ത്രീ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ക്ഷേത്ര പരിസരമാകെ. എല്ലാവരും അമ്മയെ ഒരു നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇടാനായിട്ടായും ഈ സൂചിപ്പിച്ചതുപോലെ കുംഭമാസത്തിലെ പൂരം നാളും പുണ്യാഹത്തോടെയാണ് ഈ ചടങ്ങുകൾക്കൊക്കെയും തുടക്കമാകുക. 9:45 പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുട്ടികൾ അമ്മയുടെ മുമ്പിൽ താലപ്പൊലി എടുക്കാനായി കുട്ടികളൊക്കെയും എത്തുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് കുട്ടികളെല്ലാം ഒരുങ്ങി സുന്ദരിമണികളായി അമ്മയെ കാണാനായി ഇങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തായാലും ഇന്ന് ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ച കഴിഞ്ഞ് 3:10 മുതൽ 7 മണി വരെ നട അടയ്ക്കുന്നതിനാൽ ദർശനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ താലപ്പൊലിയെ സംഘടിപ്പിക്കുന്ന ബാലികമാർ ഉച്ചയ്ക്ക് 1:30 ക്ഷേത്രദർശനം നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ താലപ്പൊലി എടുക്കാനായി ഇത്രയും വലിയൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ ജനങ്ങളുടെ ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങളെല്ലാം നാടും നഗരവും എല്ലാം അതിനാൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു അമ്മയുണ്ട്. അമ്മയോട് ചോദിക്കാം, അമ്മ എവിടെയാണ് വരുന്നത്? കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളിയിലാണ് വരുന്നത്. ആദ്യമായിട്ടാണോ വരുന്നത്? ഒത്തിരി വർഷം കൊണ്ട് അമ്മയെ തൊഴുതായിരുന്നോ? ശരി ഐശ്വര്യ, എന്തായാലും ഐശ്വര്യയിലേക്ക് ഞാൻ തിരികെ എത്താം. ഞാനിപ്പോൾ ദേവികയിലേക്ക് പോവുകയാണ്. ദേവിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ഒപ്പം ചേരുന്നത്. ദേവിക, വലിയ തിരക്ക്, നമുക്ക് നിരനിരയെ ആളുകൾ ഇരിക്കുന്നതായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അത്രത്തോളം ആളുകൾ പ്രത്യേകിച്ച് ക്ഷേത്രത്തിന് മുന്നിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ആളുകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേരാറുള്ളത്. അവിടെ ഇപ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയോ? ഗതാഗത നിയന്ത്രണം അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഒരു നാടാകെ ഒരുമിച്ച് ഉത്സവ ലഹരിയിലാഴുന്ന മനോഹരമായ കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ അനന്തപുരിയുടെ നഗരവാസികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. സ്ത്രീകളുടെ കൂട്ടായ്മ, പ്രത്യേകിച്ചും യുദ്ധത്തിന്റെ അശാന്തി പടർത്തുന്ന വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്ന കാലത്ത് ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുന്ന മാതൃകയായി മാറുകയാണ് ആറ്റുകാൽ പൊങ്കാല. ഞാനിപ്പോൾ ഉള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലാണ്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ ഇത്തരത്തിൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനും അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി ഒന്ന് തൊഴാനും വേണ്ടി എത്തുന്നുണ്ട്. രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? വെള്ളനാട്. എല്ലാ കൊല്ലം വരാറുണ്ടോ? എല്ലാ പ്രാവശ്യവും വരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതും വരും. ചക്കുളത്തും പോകും. എന്തൊക്കെയാണ് പൊങ്കാല ഇടുന്നത്? പൊങ്കാല കിഴക്കേക്കോട്ടയിലിരുന്നു. ഒരുപാട് മനുഷ്യർ, അത് ജാതി മത ഭേദമില്ലാതെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ 2-3 ദിവസം മുൻപേ വന്ന ഇത്തരത്തിൽ നഗരത്തിൽ തമ്പടിച്ച് ആറ്റുകാൽ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുകയാണ്. ഇനി അനന്തപുരി യാഗശാലയാകാൻ വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 9:45 പണ്ടാര അടുപ്പിൽ തീ കൊളുത്തുന്നതോടുകൂടി ഈ അനന്തപുരിയിലെ ഏകദേശം ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും 10 കിലോമീറ്ററോളം ചുറ്റളവിൽ അനേകായിരങ്ങൾ ഇത്തരത്തിൽ പൊങ്കാല അടുപ്പുകളും പൊങ്കാല കലങ്ങളുമായി ഇരിക്കുന്നുണ്ട്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കായംകുളത്തിന് പഠിഞ്ഞു. എല്ലാ കൊല്ലവും വരാറുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് മോളെ വരുന്നത്. ആദ്യമായിട്ട് മോൾ എന്നെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പം എനിക്ക് അടുത്ത വർഷം വരണമെന്ന് തോന്നുക. ഇങ്ങനെ അനേകം ഭക്തജനങ്ങൾ കൊല്ലങ്ങളായി ഇവിടെ വരുന്നവരുണ്ട്, തുടർച്ചയായി വരുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് വരുന്നവരുമുണ്ട്. എല്ലാവർക്കും കണ്ണകി ദേവിയുടെ മുൻപിൽ ഇത്തരത്തിലൊരു പൊങ്കാല അർപ്പിക്കാൻ കിട്ടുന്ന അവസരം ജീവിതത്തിൽ തന്നെ കിട്ടുന്ന മഹാഭാഗ്യങ്ങളിൽ ഒന്നായാണ് എല്ലാവരും ഭക്തരും കാണുന്നത്. ഈ പൊങ്കാലയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഈ മൺകലം, പച്ചരി, ശർക്കര തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? എല്ലാ കൊല്ലവും വരാറുണ്ടോ? അല്ല, എല്ലാ കൊല്ലം വരാൻ പറ്റിയിട്ടില്ല. വന്നിട്ടുണ്ട്. മോളാണോ? കൊച്ചുമോളാണ്. എങ്ങനെയുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിട്ട് നഗരത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല സന്തോഷം. നിറവാണ്.
ഒരു ഒരുമയുടെ ഉത്സവം കൂടിയാണ് ശ്രീജ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഇന്ന് ഈ തോറ്റംപാട്ടിൽ പാണ്ഡ്യരാജാവിന്റെ വധം പാടിയതിനു ശേഷം പണ്ടാര അടുപ്പിൽ ഇത്തരത്തിൽ തീ പകരും. അത്തരത്തിൽ തീ പകരുന്നതോടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ നഗരത്തിൽ തടിച്ചുകൂടിയിട്ടുള്ളവർ ഈ പൊങ്കാല കലങ്ങളിലേക്ക് തീ പകരും. അങ്ങനെ അമ്മയ്ക്ക് അവർ ആത്മനിർവൃതിയുടെ പൊങ്കാല അർപ്പിക്കും. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ആലപ്പുഴ. ആലപ്പുഴ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിരിക്കണം. എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. സന്തോഷം. സന്തോഷം. അമ്പലത്തിൽ കയറിയായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തില്? തിരക്ക് കൂടുതലാണ്, ഇപ്പൊ വെളിയിൽ ഇറങ്ങി വന്നതാണ്. ആറ്റുകാൽ അമ്പലത്തിൽ പോയി? ആറ്റുകാൽ പോയി. എല്ലാവരും ആലപ്പുഴ എന്നുള്ളതാണോ? അല്ല, പാലക്കാട്. പാലക്കാട്. എല്ലാ വർഷം വരാറുണ്ടായിരുന്നു? 3 വർഷമായി വരാൻ തുടങ്ങിയിട്ട്. സുന്ദരിമാരായിട്ട് അന്യമാര് വന്നിട്ടുണ്ട്. എന്താണ് തോന്നുന്നത് അമ്മയുടെ നടയില് പൊങ്കാലിടാൻ പറ്റുക? അമ്മയെ കണ്ടായിരുന്നോ? കണ്ടിരുന്നു, നല്ലോണം കണ്ടു. തിരക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ലോണം തിരക്കുണ്ട്. അമ്മ എത്ര വർഷമായി വരാൻ തുടങ്ങി? 3 വർഷം. ഇതിപ്പം 3ാമത്തെ വർഷം. അങ്ങനെ ഇവർക്കെല്ലാവർക്കും പറയാനുള്ളത് സന്തോഷത്തിന്റെയും ഒരുമയുടെയും കഥകളാണ് ശ്രീജ. ഇനി അല്പം മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഇവരെല്ലാം പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ സമയമാകും. അനേകായിരങ്ങളുടെ ഭക്തിയോടെ വ്രതശുദ്ധിയോടെ നോമ്പ് തോറ്റ ഒരു വർഷക്കാലം കാത്തിരുന്ന ഒരു പ്രാർത്ഥനയ്ക്കാണ് ഇനി മണിക്കൂറുകൾ കൊണ്ട് ഒരു ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ എത്തുന്നത്. ഈ പൊങ്കാല നിവേദ്യം എന്ന് പറയുന്നത് വളരെയധികം വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമായിട്ടാണ് ഭക്തർ കരുതുന്നത്. പ്രത്യേകിച്ചും ഈ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പൊങ്കാല അർപ്പിക്കുന്നത്. ഈ പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഉള്ളത്. ഈ പൊങ്കാലയെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് താലപ്പൊലി. ഈ താലപ്പൊലി എടുക്കുന്ന പെൺകുട്ടികൾ പുതിയ വസ്ത്രം ധരിച്ച പുഷ്പകിരീടം ചൂടി ഇത്തരത്തിൽ അമ്മയുടെ മുൻപിലെത്തി താലം പൊലിക്കുന്നു. ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശമനുസരിച്ച് 1:30 മുമ്പായി തന്നെ ഇത്തരത്തിൽ താലപ്പൊലി എടുക്കുന്നവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തേണ്ടതാണ്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലം. എല്ലാ വർഷവും വരാറുണ്ടോ? വരും വരാറുണ്ട്. എത്രാമത്തെ വർഷം? 10-20 വർഷം കൊണ്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് തിരക്കൊക്കെ? എങ്ങനെയുണ്ട്? ഭയങ്കര തിരക്കാ. കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഈ വർഷം ഇരട്ടിയാണ്. അമ്പലത്തിൽ പോയായിരുന്നോ? പോയായിരുന്നു. അമ്മയെ കണ്ടു, നല്ല തൊഴുതു. കയറി, പക്ഷേ രാവിലെ അപ്പോഴത്തേന് ക്ഷേത്രം അടച്ചു. ഇനി 9:30 തുറക്കത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം റെഡി ആക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോരുന്നു. എന്തൊക്കെ വിഭവങ്ങളാണ്? ഞങ്ങൾ 13 കലം പായസമുണ്ട്, അത്രേ ഉള്ളൂ. ഇങ്ങനെ വളരെയധികം ആഗ്രഹത്തോടെ വ്രതമെടുത്താണ് ഭക്തജനങ്ങൾ ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ ഈ പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്തുന്നത്. 9:45 പണ്ടാര അടുപ്പിൽ തിരികൊടുത്തുക. ക്ഷേത്ര മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയെടുപ്പിൽ ആദ്യം തീ പകരും. അതിനുശേഷം സഹമേൽശാന്തിക്ക് ഈ ദീപം കൈമാറുകയും അദ്ദേഹം വലിയ തിടപ്പള്ളിയിലും അതിനുശേഷം ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാര അടുപ്പിലേക്കും തീ പകരും. അത്തരത്തിൽ ഈ തീ പകരുന്നതോടെ ഈ ഭക്ത ലക്ഷങ്ങൾക്ക് അവരുടെ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരാമെന്നതിന്റെ സൂചനമായി കതിനാവെടികളും ചെണ്ടമേളവും മുഴങ്ങും. അതോടെ ഈ അനന്തപുരി ഒരു യാഗശാലയായി മാറും. ശ്രീജ. ശരി ദേവിക, എന്തായാലും ദേവിക ഒരുപാട് ആളുകളുടെ വിശേഷമൊക്കെ നമ്മളുമായി പങ്കുവച്ചു. ദേവിക സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ആറ്റുകാൽ ഉത്സവം എന്ന് പറയുന്നത് വെറുമൊരു ഉത്സവമല്ല, അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒത്തൊരുമയുടെ ഒക്കെ ഒരു പ്രതീകം കൂടിയാണ്. പാളയം ഇമാമിൻ്റെ വാക്കുകൾ നമ്മുടെ കാതുകളിൽ അതിങ്ങനെ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുകയാണ്. എന്തായാലും നമ്മൾ തമ്പാനൂരിലേക്ക് ഇന്ന് പോവുകയാണ്. അവിടെ അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അവിടെ നിന്നും അൻഫിൽറ്റ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച തമ്പാനൂർ എന്ന് പറയുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെയുള്ളൊരു പ്രധാന ഇടം. അതുകൊണ്ട് തന്നെ ദൂരെ ഇടങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രധാനമായും ആ ഭാഗത്തൊക്കെ തന്നെയാണ് ഈ പൊങ്കാല ഇടാനായി തിരഞ്ഞെടുക്കുന്നത്. അവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയാണ്? ശരി, എന്തായാലും അൺഫിൽഡിലേക്ക് ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വരാം. ഞാൻ നേരെ ആതിരയിലേക്ക് പോവുകയാണ്. ആതിര സ്റ്റാച്യൂവിലാണ്. സ്റ്റാച്യൂവിലെ വിവരങ്ങൾ അറിഞ്ഞ ശേഷം നമുക്ക് അൺഫിൽഡിലേക്ക് പോകാം. ആതിര, ഈ സ്റ്റാച്യൂവിലെ കാഴ്ച എങ്ങനെയാണ്? അവിടെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പാളയം ഇമാം പള്ളിയും ക്ഷേത്രവും അമ്പലവും ഒക്കെ ഒരുമിച്ചുള്ളൊരു ഇടമാണ്, മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ ഒരു സ്ഥലമാണ്. അവിടെ ഉള്ള പൊങ്കാല കാഴ്ച എങ്ങനെയാണ്? ഇപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങിയോ? എങ്ങനെയാണ്?
ശ്രീജ, ഇവിടെ ഏതായാലും ആളുകളൊക്കെ തന്നെ എത്തി തുടങ്ങി. ഞാൻ ശ്രീജ സൂചിപ്പിച്ചതുപോലെ സ്റ്റാച്യൂലാണുള്ളത്. സ്റ്റാച്യു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭരണസിരാ കേന്ദ്രമാണ്. കാരണം സെക്രട്ടേറിയറ്റ് ഉള്ളത് ഇവിടെയാണ്. പ്രതിഷേധത്തിൻ്റെയും ധർണയുടെയും ഒക്കെ തന്നെ ഒരു കേന്ദ്രമാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത് പൊങ്കാല അടുപ്പുകൾ അങ്ങനെ സെക്രട്ടേറിയറ്റിൽ മൊത്തം നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല. അല്പസമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ അത്രത്തോളം വലിയൊരു തിരക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ആ ഒരു സമരത്തിൻ്റെ മുഖം മാറി ഇവിടെ ഭക്തിയുടെയും ഒപ്പം പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു മുഖമായി മാറിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പരിസരം എന്ന് പറയുന്നത്. അത്രത്തോളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തും വലിയ രീതിയിലുള്ള പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പലരും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. കാരണം 9:45 പണ്ടാര അടുപ്പിൽ തീ പകരുന്നത്. അതോടുകൂടിയാണ് ഈ പൊങ്കാല ആരംഭിക്കുന്നത്. 9 ദിവസം നീണ്ടു നിന്ന പൂരം ഉത്സവം ഇന്ന് ഏതായാലും അതിൻ്റെ ആ ഒരു പൊങ്കാല ഇത്രനാൾ കാത്തിരുന്ന ഭക്തർ അത്രത്തോളം കാത്തിരുന്ന ആ ദിവസം ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മറ്റെല്ലാ തരത്തിലുമുള്ള ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റ് പരിസരം എന്ന് പറയുമ്പോൾ മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പൊങ്കാല ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏതായാലും നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അല്പസമയം കഴിഞ്ഞാൽ അത്തരത്തിലൊരു പ്രതിഷേധത്തിനുള്ള സാധ്യത കൂടി നമ്മൾക്കുണ്ട്. ഇവിടെ ഇപ്പോൾ ഏതായാലും നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് ചേച്ചി? നമ്മൾ കല്ലറയെന്ന്. കല്ലറയെന്നാണ്. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, എത്ര വർഷമായി ഇപ്പോൾ പൊങ്കാലയിടാൻ? 6 വർഷമായി. എങ്ങനെയുണ്ട് ഈ ഒരു വർഷം? തിരക്ക് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. ഓ, ചേച്ചി എവിടെ നിന്ന് വരുന്നത്? ഞാൻ കല്ലറയെന്ന് തന്നെ. എല്ലാവരും കല്ലറയെന്ന് തന്നെ. എല്ലാവരും വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്നവരാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൊങ്കാല? സൂപ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നല്ല തിരക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും ആ കാര്യമാണ് പറയാനുള്ളത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നൊരു കാഴ്ചയാണ്. അത്രത്തോളം തിരക്ക് ക്ഷേത്രത്തിലായാലും ഈ അനന്തപുരിയിലായാലും വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. അല്പസമയം കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ അതിനേക്കാൾ വലിയൊരു തിരക്കുണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ ഏതായാലും ഈ സെക്രട്ടേറിയറ്റ് പരിസരം എന്ന് പറയുന്നത് ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലത്ത്. ആദ്യമായിട്ടാണോ വരുന്നത്? ഇല്ലില്ല, ഞാൻ 10-12 ഊർളം കൊണ്ടേ വരുന്ന. എങ്ങനെയുണ്ട് ഈ വർഷത്തെ പൊങ്കാല? അടിപൊളിയല്ലേ, ഇഷ്ടം പോലെ ജനങ്ങളായി ഈ വർഷം. എപ്പോ വന്നതാ? ഞങ്ങള് 5 മണിയായപ്പോ ഇവിടെ എത്തി. എല്ലാരും കൊല്ലം ഇറങ്ങി. കൊല്ലം ചാത്തന്നൂർ. എല്ലാരും ഒരുമിച്ച് വന്നതാണോ? ഒരുമിച്ച് വന്നതാ. എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഒത്തുകൂടി. അതാണ് നമ്മൾ ശ്രീജ സൂചിപ്പിച്ചത്. കാരണം സ്ത്രീകളുടെ ഒരു ഒത്തുകൂടലിൻ്റെ കൂടി ഇടമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അവരിവിടെ എത്തുന്നു, എല്ലാവരും ഒരുമിച്ച് പൊങ്കാല ഇടുന്നു. അത് ഭക്തിക്കപ്പുറം ഒരു സൗഹൃദത്തിൻ്റെയും ഒത്തുകൂടലിൻ്റെയും കാഴ്ച കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഏതായാലും കൃത്യം 9:45 പണ്ടാര അടുപ്പിൽ തീ പകരും. അതോടുകൂടിയാണ് ഈ പൊങ്കാല ആരംഭിക്കുക. ആതിര പാലക്കാടുകാരിയാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴും ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ആതിരയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ശരിക്കും ഈ ഒരു പൊങ്കാല എന്ന് പറയുന്നത്? ശ്രീജ, തീർച്ചയായിട്ടും പാലക്കാടുകാരി ആയതുകൊണ്ട് തന്നെ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ വർഷം ആറ്റുകാൽ പൊങ്കാലയിൽ ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാഴ്ച എന്ന് പറയുന്നത് അത്ര സുപരിചിതമല്ലാത്തൊരു കാഴ്ചയാണ്. ഈ ഗിന്നസ് ബുക്കിലൊക്കെ ഇടം നേടിയിട്ടുണ്ട് എന്ന് ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴും എനിക്ക് ഇത്രത്തോളം ഇത് ഒരു സ്റ്റാച്യൂവിലെ മാത്രം കാര്യമാണ്. കാരണം ഈ അനന്തപുരിയുടെ 22ഓളം വാർഡുകൾ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ജനങ്ങൾ എത്തുന്നു, അവർ ഈ പൊങ്കാലയ്ക്കായി ഒത്തുകൂടുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എത്തി ഈ സ്ഥലം പിടിച്ചിട്ടുള്ള ആളുകളുണ്ട്. അത്രത്തോളം അവരുടെ സ്നേഹത്തോടും ഭക്തിയോടും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായി ആറ്റുകാൽ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുന്നൊരു കാഴ്ച, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. കാരണം ഞാനിത് എൻ്റെ നാട്ടിൽ കേട്ടിട്ടുള്ളൊരു കാഴ്ച മാത്രമാണ്. അപ്പോൾ ഇവിടെ വന്ന ഇത് എനിക്ക് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഒരു മനോഹരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ശരി, എന്തായാലും ഇനി പൊങ്കാല ബാക്കി തുടർന്നുള്ള വിശേഷങ്ങൾ നമുക്ക് ആതിരയിൽ നിന്ന് എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ അൺഫിൽട്ടിലേക്ക് വീണ്ടും പോവുകയാണ്. അൺഫിൽട്ട് തമ്പാനൂരാണ് അൺഫിൽട്ട് നിൽക്കുന്നത്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ എത്തുന്നത് തമ്പാനൂരിലേക്കാണ്. അവിടെയായിരിക്കും സ്വാഭാവികമായും അവർ പൊങ്കാല ഇടാനായി താല്പര്യപ്പെടുക. കാരണം പൊങ്കാല കഴിഞ്ഞൊക്കെ പെട്ടെന്ന് തിരിച്ചു പോകാമല്ലോ. എന്തായാലും അവിടെ അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താ?
ശ്രീജ, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയുന്ന പ്രദേശമാണ് തമ്പാനൂര്. ഇവിടെ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് സമയത്ത് വന്നാലും കാലും കുത്താൻ പോലും ഇടമില്ലാത്ത അത്രയേറെ തിരക്കുള്ള ട്രാഫിക്കുള്ള, കാരണം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടുത്തടുത്ത് നിൽക്കുന്ന, ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ വന്നും പോയി നിൽക്കുന്ന യാത്രക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ്. അവിടെ ഈ വർഷത്തിൽ ഒരു തവണ മാത്രം നമുക്ക് കാണാൻ കഴിയുന്നു. ആ നഗരം ഒരു പുണ്യ പൂങ്കാവനമായി മാറുന്നു എന്നുള്ളത് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാഴ്ച. ആ കാഴ്ചയുടെ ഒരു നിമിഷത്തിലൂടെയാണ് ഞാനിപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തമ്പാനൂര് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് ഇവിടെയൊക്കെ ഭക്തി സാന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എത്തിയത് കറക്റ്റ് ഒരു 6 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ നമുക്ക് കാണാമായിരുന്നു, വളരെ നേരത്തെ തന്നെ ഒരു 4 മണി മുതൽ തന്നെ ഇവിടെ ഇഷ്ടികകളൊക്കെ കൊണ്ട് നിറച്ച് പൊങ്കാല കലങ്ങളൊക്കെ വെച്ച് ഓരോ ഭക്തജനങ്ങളും ഇവിടെ അവരവരുടെ തന്നെ ഇരിപ്പിടങ്ങളൊക്കെ നേരത്തെ തന്നെ സജ്ജമാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ നേരത്തെ തന്നെ നമുക്കറിയാം ഈ പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒന്ന്, ക്ഷേത്ര സന്നിധിയിൽ വന്ന് പൊങ്കാലയിടാനോ അമ്മയുടെ അടുത്ത് നിന്ന് പൊങ്കാലയിടാനോ ഒക്കെ കഴിയാതെ പോകുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ മറ്റ് സ്ഥലങ്ങളിലേക്കാണ്, നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെയാണ് ഇവർ ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുന്നവർ ഈ തമ്പാനൂർ പ്രദേശം അല്ലെങ്കിൽ തമ്പാനൂർ കിഴക്കേക്കോട്ട പോലുള്ള ഭാഗങ്ങളൊക്കെ ആശ്രയിക്കാനുള്ളൊരു മറ്റൊരു കാരണം, ഇവർക്ക് വന്നുപോയി, അതായത് യാത്ര ചെയ്ത് വന്നിറങ്ങുന്നതിനും ഒപ്പം തന്നെ തിരിച്ചു മടങ്ങുന്നതിനുമൊക്കെയുള്ള സൗകര്യാർത്ഥം കണക്കിലെടുത്താണ് അവർ അത് ഈ പ്രദേശം, അതായത് തമ്പാനൂർ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, അവരുടെ വന്നു പോകാനുള്ള ഒരു സൗകര്യവും കൂടി കണക്കിലെടുത്താണ്. പക്ഷേ ഇവിടെ ഈ തമ്പാനൂർ പ്രദേശം മുഴുവനും കാണാൻ കഴിയുന്നത് ഈ എത്രയേറെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ പൊങ്കാല കലങ്ങളൊക്കെ നിരത്തി അമ്മയ്ക്ക് പൊങ്കാലയിടാനായി ആത്മനിർവൃതിയോടുകൂടി അമ്മയ്ക്ക് പൊങ്കാലയിട്ട് മടങ്ങുന്നതിന് വേണ്ടി ഇവിടെ സജ്ജമായിരിക്കുകയാണ്. വളരെ നേരത്തെ വന്ന എല്ലാ ഒരുക്കങ്ങളുമൊക്കെ നടത്തി ഏറ്റവും അധികം കാത്തിരുന്ന ആ ഒരു പുണ്യ നിമിഷം അതിനുവേണ്ടി സജ്ജമായിരിക്കുകയാണ്. ഇനി അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയാണ് ഇവിടെ ഓരോ ഭക്തജനങ്ങളും അമ്മമാരും ഒക്കെ ഇരിക്കുന്നത്. അമ്മ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പിന്നപ്പുറ ആലപ്പുഴ. ഇത് ആദ്യമായിട്ടാണോ അതോ? ആദ്യമായിട്ടാണല്ലേ. അപ്പൊ ആദ്യമായി പൊങ്കാല ഇടുമ്പോ എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്താ ഇത്തവണ ആദ്യം ഇത്രയും വൈകാൻ കാര്യം എന്താ? ഇതുവരെ വരാൻ പറ്റിയില്ല. ഇതിനു മുമ്പ് ടിവിയിലൂടെയൊക്കെയാണ് ഈ പൊങ്കാലയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ ഇന്നിപ്പോ ഇത്തവണ നേരിട്ട് വന്ന ഈ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോ എന്ത് തോന്നി? നല്ല ഇതൊക്കെ തോന്നി. നല്ല എല്ലാവരും എല്ലാവരും ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടല്ലേ? അപ്പൊ ആദ്യമായിട്ട് വന്നപ്പോ എന്തോ ഇനിയും വരണമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇനി എല്ലാ പ്രാവശ്യവും വരും, പറ്റുമ്പോഴെല്ലാം വരും. ഈ രാവിലെ കാണുന്ന പോലെ അല്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും. രാവിലെ വന്നതാ. ഈ വെയിലത്ത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കൊടും വെയിലായിരിക്കും. വെയിലത്ത് നമ്മുടെ TV കാണുന്ന പോലെ ഒരു സുഖമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. പക്ഷെ അമ്മയുടെ ഭക്തിയും അമ്മയുടെ മുന്നിൽ പൊങ്കാല ഇടാനുള്ള ഒരു എത്ര കാലമായി ആഗ്രഹിക്കുന്നു ഇവിടെ വന്ന് ഈ സന്നിധിയിൽ വന്ന് പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് നടന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊക്കെ അമ്മയുടെ പൊങ്കാലയിട്ട് നടക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിട്ടാണോ വന്നിരിക്കുന്നത്? എനിക്കൊരു വയ്യാഴിക വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്മ അതിൻ്റെ ആയിട്ട്. ആലപ്പുഴ മാത്രമല്ല കേട്ടോ ശ്രീജ, നമുക്കറിയാം നമ്മൾ എത്ര വർഷമായി പൊങ്കാല റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ്, മലബാർ മേഖലയിൽ നിന്ന് അടക്കം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് നേരത്തെ തന്നെ, അതായത് 1-2 ദിവസം മുന്നേ തന്നെ അവരെവിടെ എത്തുന്നു. ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ബന്ധുവീടുകളോ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ തന്നെയും അതിൻ്റെ സൗകര്യമൊക്കെ ഒരുക്കി അങ്ങനെ വന്ന് അമ്മയുടെ സന്നിധിയിൽ, അത് അമ്മയുടെ ക്ഷേത്ര സന്നിധിയിൽ വന്ന് പൊങ്കാലിടാനായി പലർക്കും കഴിയുകയില്ല. അങ്ങനെയുള്ളവരാണ് മറ്റ് സ്ഥലങ്ങൾ, നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെയൊക്കെ ആശ്രയിക്കുന്നു. അപ്പോൾ തമ്പാനൂർ കിഴക്കേക്കോട്ട സ്റ്റാച്യു നഗരം മുഴുവനും കീഴടക്കിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ വർഷം കഴിയുന്തോറും എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. മഹാ അത്ഭുതം തന്നെയാണ്. കാരണം നമ്മൾ ഓരോ തവണ ഇത് റെക്കോർഡാണ്, ലോക റെക്കോർഡാണ്. ഇത്രയേറെ ഭക്തർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമില്ല എന്ന് പറയുമ്പോൾ
ഓരോ വർഷം കഴിയുന്നവർ ആ റെക്കോർഡ് ഇങ്ങനെ ഭേദിച്ചുകൊണ്ടേ വരുന്നൊരു കാഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് പറയേണ്ടത് ഒരു ഒത്തൊരുമയും സൗഹൃദവുമാണ്. കാരണം ഇത് ഒരു പ്രത്യേക മതത്തിൻ്റെയോ അതിനപ്പുറമല്ല, അതിനപ്പുറത്തേക്ക് എല്ലാ മതങ്ങളുടെയും എല്ലാ സമുദായത്തിൻ്റെയും ഒരു കൂട്ടൊരുമയും ഒരു സൗഹാർദ്ദവും കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം ഇപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. ഈ നഗരത്തിന്, അതായത് സ്റ്റാച്യു ആയാലും പാളയം, മറ്റു കിഴക്കേക്കോട്ട ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയും മറ്റു പല പള്ളികളും, പ്രത്യേകിച്ച് ആ ഇമാമിൻ്റെ, പാളയം ഇമാമിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ തന്നെ വളരെയധികം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തൊരു മതസൗഹാർദ്ദമാണ് എന്ന് കയ്യടി നേടിയൊരു പ്രസംഗമാണ്. അത് ആ പാളയം ഇമാമിൻ്റെ വാക്കുകളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറ്റു പല, അത് ഇത്തവണ പൊങ്കാലയല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ അതിന് മുൻപത്തെ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പാളയത്തിലെ പള്ളികൾ, മുസ്ലിം പള്ളികളായാലും ക്രിസ്ത്യൻ പള്ളികളായാലും തന്നെ അവരുടെ ദേവാലയത്തിലെ ഇന്ന് രാവിലെ നടക്കേണ്ട ആ ക്രമങ്ങൾ പോലെ, അതായത് ആരാധനാ ക്രമങ്ങളിൽ പോലും അവർ മാറ്റം വരുത്തിയിരിക്കുകയാണ്. പാളയത്തെ CSI പള്ളിയും അതോടൊപ്പം തന്നെ പാളയത്തെ സെൻറ് ജോസഫ് കത്തീഡ്രലും ഒക്കെ രാവിലെ നടത്തേണ്ട ആരാധനാ ക്രമങ്ങളിൽ പോലും മാറ്റം വരുത്തി ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ട ആചാരക്രമങ്ങൾ, ഈ പൊങ്കാല നിവേദിക്കുന്നതിന് വേണ്ടി, പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ പാളയത്തെ ആ കമ്മ്യൂണിറ്റി ഹാൾ, പാളയം മസ്ജിദിനടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാള് ഈ ഭക്തജനങ്ങൾക്ക് വന്നിരിക്കുന്നതിനും അവർക്ക് ആഹാരവും വെള്ളവും ഒക്കെ നൽകുന്നതിനും വേണ്ടി ആ ഹാൾ തുറന്നു കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഒരു സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയൊക്കെ തന്നെ കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെ ഒരു കാഴ്ച കൂടി. തീർച്ചയായും അൺഫിൽറ്റ് ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അൺഫിൽറ്റ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിവിധയിടങ്ങളിൽ നിന്ന്, അവിടെ നിന്ന് മാത്രമല്ല വിദേശങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ആളുകൾ എത്തുന്ന ദൃശ്യം നമ്മൾ പലപ്പോഴായി കഴിഞ്ഞ തവണയൊക്കെ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആറ്റുകാൽ അമ്മയുടെ ചരിത്രവും പുണ്യവും ഒക്കെ നാടുകൾ താണ്ടി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എന്തായാലും ഈ അൺഫിൽറ്റ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, രാവിലെ തന്നെ അതിവെളുപ്പാങ്കാലത്ത് തന്നെ ആളുകൾ ഈ വിവിധയിടങ്ങളിൽ ഇങ്ങനെ പൊങ്കാല അടുപ്പൊക്കെ നിരത്തി സ്ഥലം ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം അത്രത്തോളം ആളുകളുണ്ട്, ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ നമുക്ക് ഒരു ബോക്സിലായി കാണാൻ സാധിക്കുന്നുണ്ട്. പുലർച്ചെ തന്നെ അത്രത്തോളം വലിയൊരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൽ. സ്വാഭാവികമായും നമുക്ക് ആ വിവരം നൽകാൻ കഴിയുന്ന ഒരാളുണ്ട്, അഖില ക്ഷേത്രത്തിന് മുന്നിൽ നിൽപ്പുണ്ട്. അഖിലയോട് തന്നെ ചോദിക്കാം. അഖില, ഈ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മുടെ റിപ്പോർട്ടർമാർ നമുക്ക് നൽകുകയുണ്ടായി, പ്രേക്ഷകർക്ക് നൽകുകയുണ്ടായി. സ്വാഭാവികമായും അതിൻ്റെയൊക്കെ ഇരട്ടി ആയിരിക്കുമല്ലോ ക്ഷേത്രത്തിന് ചുറ്റും, അല്ലേ? തീർച്ചയായും ക്ഷേത്രത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഭണ്ഡാര അടുപ്പ് ഒരുക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചുറ്റുമുള്ള ദൃശ്യങ്ങളിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. പക്ഷേ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞൊരു 10 വർഷത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയിട്ടുള്ള ഒരു പൊങ്കാല മഹോത്സവമാണ് ഇതെന്ന് ഈ ഘട്ടത്തിൽ പറയാം. അത്രയധികം ആളുകൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയാണ്. ഈ ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരുടെ ക്യൂ വളരെ വലുതാണ്. നമ്മൾ ഈ കാണുന്നതിനുമൊക്കെ അപ്പുറത്തേക്ക് വളരെ വലിയ ക്യൂ അങ്ങോട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഏതായാലും കുംഭമാസത്തിലെ പൂരവും പൗർണമിയും ചേർന്ന ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ഭക്തർ ഏറ്റവും അധികം ആകാംക്ഷയോടെ, പ്രാർത്ഥനയോടെ, ആത്മസമർപ്പണത്തിനായി കാത്തിരുന്ന ആ ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ ഈ ആദ്യം അമ്മയെ ഒന്ന് കണ്ടതിന് ശേഷം പൊങ്കാല അടുപ്പുകളിലേക്ക് അല്ലെങ്കിൽ അവിടെ പോകാനുള്ള ഒരു തിരക്കാണ് ഭക്തർ ഇവിടെ ഉള്ളത്. ഇപ്പോൾ 9-15 ശുദ്ധ പുണ്യാഹത്തോടെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കുക. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഈ തോറ്റപ്പാട്ട് പാടുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പാണ്ഡ്യരാജനെ വധിക്കുന്ന ആ ഭാഗം ഇത് പാടി കഴിയുമ്പോഴേക്കും ഇന്നത്തെ ഈ അടുപ്പുവെട്ട് ചടങ്ങുകളിലേക്ക് കടക്കും. 45-നാണ് അടുപ്പുവെട്ട്. പരമേശ്വരൻ ഭട്ടതിരിപ്പാട് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ അനീഷ് നമ്പൂതിരി ഈ ക്ഷേത്രത്തിൽ ദീപം വലിയ തിടപ്പള്ളിയിലെ പൊങ്കാലടുപ്പിലേക്ക് പകരുന്നതിന് സഹമേൽശാന്മാർ ചെറിയ ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാരടുപ്പിലേക്കും ദീപം പകരുന്നതോടെ ഈ നാട് മുഴുവൻ ശരിക്കും ഒരു ആത്മസമർപ്പണം നടത്തുന്നതിന്റെ മണിക്കൂറുകളാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ഓരോ ആളുകളും കാത്തിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിന് പുറകിലാണ് നമ്മുടെ പണ്ടാര അടുപ്പ് ഒരുങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. 15-നാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷമാണ് അടുപ്പ് തയ്യാറാക്കുമ്പോൾ അടുപ്പ് വയ്ക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ആറ്റുകാൽ പൊങ്കാല പുണ്യം നുകരുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ, നമുക്കറിയാം ഓരോ വർഷവും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടിയിരിക്കുകയാണ്. കാരണം പറഞ്ഞു കേട്ട്
ആ ഒരു അറിവ് കൊണ്ട് ആളുകൾ പലയിടങ്ങളിലായി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തിലേക്ക്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല 9:15 ആരംഭിക്കുക. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ തത്സമയമായി ഞങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായി തന്നെ എത്തിക്കും. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുകയാണ്. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടച്ച ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചാൽ കപ്പലുകൾ അഗ്നിക്കിരയാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനും നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറുടെ മുതിർന്ന ഉപദേഷ്ടാവായ ഇബ്രാഹിം ജബാരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എണ്ണവില $200 അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ പെട്രോൾ, ഡീസൽ, പാചകവാതക വില കുതിക്കുമെന്ന ആശങ്ക തന്നെ തുടരുകയാണ്. ഇതിനിടെ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തിന് ഭീഷണിയെന്ന് ആവർത്തിക്കുകയാണ് അമേരിക്ക. ഇനിയും സൈനിക നടപടി തുടരുമെന്നും അതിശക്തമായ ആക്രമണ പരമ്പരയായിരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബിനീഷ് കൊട്ടാരത്തിലൊപ്പം ചേരുന്നുണ്ട്. ബിനീഷ്, ആറ്റുകാൽ പൊങ്കാലയാണ്, പക്ഷേ അതിനൊപ്പം നമുക്ക് ഈ യുദ്ധവാർത്തകളും നൽകാതിരിക്കാനാകില്ല. കാരണം അത്രത്തോളം പശ്ചിമേഷ്യ കലുഷിതം തന്നെയാണ്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് ഈ യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല. കാരണം പ്രതികാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മറുവശത്ത് ഒട്ടും പിറകോട്ടില്ല എന്ന് ഇറാനും ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ സമാധാനം ഇപ്പോഴും അകലെയാണോ? എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രീജ, പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 4ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രയേൽ ആദ്യം പ്രഖ്യാപിച്ചത് 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ 4 ആഴ്ചയിലേക്ക് ആ യുദ്ധം നീളുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുമ്പോൾ യുദ്ധത്തിൻ്റെ ഭീതി എത്രമാത്രം ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഒരു വശത്ത് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ അതേപോലെ തിരിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇറാനും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഓരോ നിമിഷം കഴിയുന്തോറും ആക്രമണത്തിൻ്റെ ശക്തി കൂടുകയാണ്. അത് വലിയ അശാന്തിയിലേക്ക് പശ്ചിമേഷ്യയെ കൊണ്ടുവന്നെത്തിക്കുന്നു. ലോകത്തിൻ്റെ ക്രമത്തിൽ തന്നെ ഒരു വലിയ മാറ്റമുണ്ടാക്കുന്നു. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ എണ്ണ വിലയിലടക്കം വലിയ വർധനവ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇതേ രീതിയിൽ യുദ്ധം മുന്നോട്ട് പോയാൽ അത് പശ്ചിമേഷ്യയുടെ നാശത്തിനും അതുപോലെ തന്നെ ലോകത്തിലെ ഒരു വലിയ പ്രതിസന്ധിക്കും ഇടയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ B-2B വിമാനങ്ങൾ അടക്കമാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം അത്ര കനത്ത നാശനഷ്ടമാണ് ഇറാന് വരുത്തുന്നത്. കാർപ്പറ്റ് ബോംബിംഗ് അടക്കമുള്ള രീതിയിലാണ് ഇറാന് നേരെ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണങ്ങൾക്കെല്ലാം ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെയും ശക്തി വർദ്ധിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ വ്യോമതാവളങ്ങളാണ്, ഗൾഫ് മേഖലയിലുള്ള വ്യോമതാവളങ്ങളാണ് ഇറാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം കടന്ന് എണ്ണ കിണറുകളിലേക്കും ഓയിൽ റിഫൈനറികളിലേക്കും എണ്ണ ടാങ്കറുകളിലേക്കും കപ്പലുകളിലേക്കുമൊക്കെ ആ ആക്രമണം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ല, ആണവായുധ നിർവ്യാപനത്തിലേക്ക് ഇറാൻ പോകില്ല എന്ന് പറയുകയും എന്നാൽ അത് എപ്പോഴാണോ ഇറാൻ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്നത് അതുവരെ യുദ്ധം തുടരുമെന്നും അല്ലെങ്കിൽ അത് ഇറാൻ്റെ സർവനാശമാണെന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാനും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇറാൻ അടച്ചതാണ്. ആ ഹോർമുസ് കടലിടുക്ക് വഴി ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ ആ കപ്പലുകൾ അഗ്നിക്കിരയാക്കും, അവ ഞങ്ങൾ ആക്രമിച്ചില്ലാതാക്കുമെന്നുള്ള ഭീഷണി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ ഇരു വിഭാഗവും പോർ വിളിച്ചും ഭീഷണിപ്പെടുത്തിയും വലിയ ആക്രമണങ്ങൾ പരസ്പരം നടത്തിയുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് ആ മേഖലയിലുള്ള ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്നു. ഒപ്പം തന്നെ ഗൾഫ് മേഖലയിൽ അടക്കം ഒട്ടേറെ ഇന്ത്യക്കാരുള്ള നമുക്കും അത് നേരിട്ട് തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ് ശ്രീജ. ശരി ബിനീഷ്, സൂചിപ്പിച്ചതുപോലെ ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ഈ കോടിക്കണക്കിന് വരുന്ന ലോകത്തിലെ തന്നെ വിവിധയിടങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഭീഷണി തന്നെയാണ്. കാരണം എണ്ണവില അടക്കമുള്ള വർധനവ്, അവശ്യ വസ്തുക്കളുടെയൊക്കെ വില വർധനയൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം യുദ്ധം അത് വലിയൊരു കെടുതി തന്നെയാണ് എല്ലാവർക്കും. എന്തായാലും ഇതിനിടയിൽ ചെറിയൊരു ആശ്വാസം നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. പ്രവാസികൾക്ക് ചെറിയൊരു ആശ്വാസം. യുദ്ധ സാഹചര്യത്തിൽ നിർത്തിവെച്ചിരുന്ന വിമാന സർവീസുകളൊക്കെ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ കിരൺ കുമാർ ചേരുകയാണ്. അതിനു മുൻപേ കിരണിലേക്ക് പോകും. അതിനു മുൻപേ നമുക്ക് യാത്രക്കാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. അത് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ വന്നില്ല. അതെ, ഡിലേ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ.
ഇല്ല എല്ലാവരും കയറ്റിയാ പോകും. ദുബായിൽ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു 100 ചില. കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ആളുകളുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ പറയുന്നത് പോലെ ചെറിയൊരു ആശ്വാസം പ്രവാസികളെ സംബന്ധിച്ചാണെങ്കിലും അവരെ കാത്തിരിക്കുന്ന വീട്ടുകാരെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ആശ്വാസമുള്ളൊരു വാർത്ത. ആദ്യ വിമാനം കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതൊക്കെ വിമാന സർവീസുകളാണ് ഉള്ളത്? മൊത്തത്തിൽ നൽകാൻ കഴിയുന്ന വിവരം എന്തൊക്കെയാണ്? ശ്രീജ, ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ വിമാനമാണ് ഇന്നലെ രാത്രി കൊച്ചിയിലേക്ക് എത്തിയത്. 8 വിമാനങ്ങളായിരുന്നു ഇന്ത്യയിലേക്ക് സർവീസ് നടത്തിയത്. അതിലൊന്നായിരുന്നു കൊച്ചിയിലേക്ക് എത്തിയത്. ഇതിൽ 127 യാത്രക്കാരുണ്ടായിരുന്നു. ഈ വിമാനങ്ങൾ ഈ കഴിഞ്ഞ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം റദ്ദാക്കിയതും ഒപ്പം തന്നെ ചില യാത്രക്കാർ അവർ ഈ ബുക്ക് ചെയ്തത് ചില ഡിലേ വന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും യാത്രക്കാർ പ്രവാസികളായിട്ടുള്ള യാത്രക്കാർക്ക് അവരുടെ നാട്ടിലേക്ക് തിരികെ മടങ്ങാനായിട്ടുള്ള അവസരം ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുതൽ ഈ ഭാഗികമായിട്ട് തന്നെ ഈ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ വിമാനത്താവളങ്ങൾ, പ്രത്യേകിച്ച് ദുബായിലെയും അൽ മക്തറും അടക്കമുള്ള വിമാനത്താവളങ്ങളൊക്കെ തുറക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ യാത്രക്കാർക്ക് തിരികെ നാട്ടിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഏതായാലും പ്രവാസികൾ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ റദ്ദാക്കപ്പെട്ടിട്ടുള്ള ചില വിമാനങ്ങളുണ്ട്. ഈ വിമാനത്തിലുള്ള യാത്രക്കാർക്ക് മറ്റു വിമാനങ്ങളിൽ യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വിമാന കമ്പനി അധികൃതർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലേക്ക് ഈ കൂടുതൽ സർവീസുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നലെയും നിരവധി വിമാനങ്ങൾ റദ്ദാക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് സർവീസ് നടത്തുന്ന കൊച്ചി മസ്കറ്റ് സർവീസും തിരിച്ച് മസ്കറ്റിൽ നിന്ന് തിരികെയുള്ള സർവീസ് അടക്കം അങ്ങനെ 54 സർവീസുകളാണ് ഇന്നലെ മാത്രം റദ്ദാക്കിയത്. എന്നാൽ മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ശ്രീലങ്കയിലേക്കും മറ്റുമൊക്കെ പോകുന്ന വിമാന സർവീസുകളെ ഒന്നും തന്നെ ഈ റദ്ദാക്കുന്നതായാലും അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. ഏതായാലും മറ്റ് സർവീസുകളൊക്കെ സാധാരണ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഇന്നലെയും റദ്ദാക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഇവ റദ്ദാക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രതീക്ഷ അല്ലെങ്കിൽ മറ്റൊരു ആശങ്ക ഒഴിയുന്നത് കറാച്ചിയിൽ കുടുങ്ങിയ 3 അംഗ സംഘം അവർ ഇന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇവർ കഴിഞ്ഞ ദിവസം ആണ് ഇത്തരത്തിൽ അസർബൈജാനിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ വിമാനം പിന്നീട് വഴിമാറ്റി വിടുകയും കറാച്ചിയിൽ ഇവരെ ഇറക്കുകയുമായിരുന്നു. അങ്ങനെ 3 അംഗ മലയാളി സംഘം അവിടെ കുടുങ്ങിയിരുന്നു. അവർ പിന്നീട് നോർക്കയുമായി ബന്ധപ്പെടുകയും അതിനുശേഷം വിദേശകാര്യ മന്ത്രാലയവുമായൊക്കെ ബന്ധപ്പെട്ട് ഇവരുടെ യാത്ര സുഖകരമാക്കിയിട്ടുണ്ട്. ഇവരിപ്പോൾ കഴിഞ്ഞ ദിവസം കൊളംബോയിലെത്തി, അവിടെ നിന്നും ഡൽഹിയിലെത്തി, പിന്നീട് ഇന്നിപ്പോൾ കൊച്ചിയിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. 8:30 കൊച്ചിയിലെത്തുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ഇവരെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി കിരൺ, എന്തായാലും യുദ്ധ സാഹചര്യത്തിൽ നിർത്തിവെച്ചിരുന്ന വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചത് ചെറിയൊരാശ്വാസമാണ്. കിരണാണ് വിവരങ്ങളുമായി ഒപ്പം ചേർന്നത്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ട എന്നാണ് ഏലത്തൂർ നിയമസഭാ മണ്ഡലം അറിയപ്പെടുന്നത്. 2008 സ്ഥാപിതമായത് മുതൽ LDF-ലെ NCP-യാണ് ഈ സീറ്റിൽ മത്സരിക്കുന്നത്. 3 തവണ തുടർച്ചയായി വിജയിച്ച നിലവിൽ മന്ത്രി കൂടിയായ AK ശശീന്ദ്രന്റെ മണ്ഡലത്തിലെ ഇത്തവണത്തെ നിയമസഭാ പോരാട്ടം എങ്ങനെയായിരിക്കും? MM രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2008 നിലവിൽ വന്ന നിയമസഭാ മണ്ഡലമാണ് എലത്തൂർ നിയമസഭാ മണ്ഡലം. നിലവിൽ മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനാണ് 3 തവണയും എലത്തൂരിൽ നിന്നും വിജയിച്ച് കയറിയത്. ഇത്തവണ വീണ്ടും NCP-ക്ക് തന്നെ സീറ്റ് കിട്ടുമോ, അതല്ല CPM സീറ്റ് തിരിച്ചെടുക്കുമോ? ഇനി കോൺഗ്രസിൻ്റെ കരുനീക്കം എന്തായിരിക്കും? എന്തായാലും ഇത്തവണ എലത്തൂർ നിയമസഭാ മണ്ഡലം സസ്പെൻസ് ബാക്കി വയ്ക്കുന്നുണ്ട്. 2011, 2016, 2021 തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ AK ശശീന്ദ്രനെ വിജയിപ്പിച്ച മണ്ഡലമാണ് എലത്തൂർ നിയമസഭാ മണ്ഡലം. ഏത് കൊടുങ്കാറ്റിലും ഇടതുകോട്ടയായി ഉറച്ചു നിൽക്കുന്ന മണ്ഡലമെന്നതാണ് എലത്തൂരിനെ സംബന്ധിച്ച് LDF-ന്റെ കണക്കുകൂട്ടൽ. 2025 ഡിസംബറിൽ നടന്ന ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെട്ടിക്കുളം, എരഞ്ഞിക്കൽ, പുത്തൂർ, മൊകവൂർ, പുതിയാപ്പ ഡിവിഷനുകളിലും
ചേളന്നൂർ, കക്കോടി ഗ്രാമപഞ്ചായത്തുകളിലും LDF ആണ് വിജയിച്ചത്. എലത്തൂർ ഡിവിഷനിലും കാക്കൂർ, കുരുവട്ടൂർ, തലക്കുളത്തൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും UDFും ജയിച്ചപ്പോൾ നന്മണ്ട പഞ്ചായത്ത് ഇരു മുന്നണികൾക്കുമിടയിൽ തുല്യത പാലിച്ചു. CPIMന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ NCPയെ മുന്നിൽ നിർത്തിയായിരുന്നു LDFന്റെ ഇതുവരെയുമുള്ള പോരാട്ടം. 2021 തെരഞ്ഞെടുപ്പിൽ 38,502 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് AK ശശീന്ദ്രൻ വിജയിച്ചത്. NCPയിലെ ആഭ്യന്തര കലഹവും AK ശശീന്ദ്രന്റെ ആരോഗ്യസ്ഥിതിയുമെല്ലാം കണക്കിലെടുത്ത് CPIM എലത്തൂർ മണ്ഡലം ഏറ്റെടുത്തേക്കുമോ എന്ന ചർച്ചകളും ഉയർന്നിട്ടുണ്ട്. NCPക്ക് മറ്റൊരു സീറ്റ് നൽകാനുള്ള ആലോചനയാണ് നടക്കുന്നത്. ഇതിൽ NCP നേതൃത്വത്തിന്റെ നിലപാടും നിർണായകമാകും. കോരപ്പുഴ പാലം ഉൾപ്പെടെയുള്ള 5 വർഷത്തിനിടയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലാണ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതീക്ഷ. കോരപ്പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ മണിക്കൂറുകളോളം ട്രാഫിക് ജാമായിരുന്നു. ആ ട്രാഫിക് ജാം പരിഹരിച്ചുകൊണ്ട് കിഫ്ബി പണം ഉപയോഗിച്ചാണ് ഈ മണ്ഡലത്തിലെ ആദ്യത്തെ പാലം നിർമ്മാണ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അത് രണ്ടാണ് എടുത്തു പറയാൻ പറ്റിയ ഒന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കോഴിക്കോട് ബാലുശ്ശേരി റോഡുണ്ട്. അതിന് 200 കോടിയിലധികം രൂപയാണ് അതിന് മാത്രമായി അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ സർവേ നടപടികൾ പൂർത്തിയായി, വാല്യുവേഷൻ നടപടികൾ പൂർത്തിയായി. ഉടമസ്ഥന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന നടപടികൾ ഏതാണ്ട് പകുതിയോളം പൂർത്തിയായിരിക്കുന്നത്. ഇനി 2 പഞ്ചായത്തുകളിലാണ് പൊതുവെ കൊടുത്തു തീർക്കാനുള്ളത്. ബാക്കിയെല്ലാം ഒറ്റപ്പെട്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്ഥലം PWDക്ക് കൈമാറി PWD ടെൻഡർ നടപടി സ്വീകരിച്ച് ആ റോഡിൻ്റെ വികസനം പൂർത്തിയാകും. അപ്പോൾ ഞാനിപ്പം ഭയപ്പെടുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ റോഡിൻ്റെ നിർമ്മാണം പ്രതിപക്ഷത്തിൻ്റെ പ്രഖ്യാപനം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അത് തടയുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ വികസന പ്രവർത്തനത്തിന് ഇവിടെ ഭരണമാറ്റമുണ്ടായാൽ തടസ്സമുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞാൻ പറയുന്നത്, ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ, പൂർത്തിയാക്കണമെങ്കിൽ LDF തന്നെ വീണ്ടും തുടരണം എന്നാണ്. 5 വർഷം മുൻപ് മാണി സി കാപ്പന്റെ നേതൃത്വത്തിലുള്ള കേരള ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എലത്തൂർ സീറ്റ് വാഗ്ദാനം ചെയ്തത് UDFൽ വലിയ കലഹങ്ങൾക്കിടയാക്കിയിരുന്നു. കോൺഗ്രസ് ഇത്തവണ മുന്നൊരുക്കം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. സംഘടനാ ഏകീകരണവും ഭരണവിരുദ്ധ വികാരവും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF. ഭരണപക്ഷത്തിരിക്കുന്നു, മന്ത്രിയായിട്ടിരിക്കുന്നു, എന്നിട്ട് പോലും യാതൊരു രീതിയിലുള്ള വികസനവും എത്തിച്ചേരാത്ത ഒരു മന്ത്രിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാന പദ്ധതികൾ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് ഒരു MLAയുടെ അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ സംബന്ധിച്ച് വലിയ പരാജയം എന്ന് പറയാവുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടുന്ന് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, പൂളക്കടവ് നിന്നുള്ള ബാലുശ്ശേരി വരെയുള്ള റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരു മന്ത്രി ഇരിക്കുന്നിടത്ത് ബാക്കിയുള്ള MLAമാരെക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എലത്തൂരേക്ക് പോകുന്ന വഴിക്ക് നമുക്കറിയാം ഒരു റെയിൽവേ ക്രോസ് ആ മേഖലയിലേക്ക് ചെല്ലുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പുതിയാപ്പ മേഖലയിലേക്ക് വർഷങ്ങളായിട്ടുള്ളൊരു പദ്ധതിയാണ്. അത് സ്ഥലം ഏറ്റെടുക്കുന്നില്ല. അത് മേൽപ്പാലത്തിന് പകുതി വർക്ക് കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ആളുകൾക്ക് റെയിൽവേ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ യാത്രാ സൗകര്യം എന്നൊക്കെ പറയുന്നത് മിനിമം ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അല്ലാതെ പുതിയതായിട്ട് ഒന്നും തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇത്രയും വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന വിഷയങ്ങളായിരിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി 32,000 വോട്ടുകളാണ് നേടിയത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലത്തെ എത്തിക്കാനുമുള്ള ശ്രമത്തിലാണ് BJP. കോഴിക്കോട് കോർപ്പറേഷൻ ഡിവിഷനുകളും 6 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന എലത്തൂർ മണ്ഡലം ചരിത്രപരമായി LDFലേക്ക് ചാഞ്ഞിരിക്കുന്നു. NCPയിലെ ആഭ്യന്തര കലഹം രൂക്ഷമായാൽ CPIM ഇടപെടലുണ്ടാകും. LDFന് ഒരു ഉറച്ച സീറ്റ് നഷ്ടപ്പെടാതിരിക്കാനുള്ള നീക്കങ്ങളായിരിക്കും LDF ആലോചിക്കുക. അതിന് NCP വഴങ്ങിയില്ലെങ്കിൽ മുന്നണി തർക്കങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങിയേക്കാം. ഇടതുമുന്നണിയുടെ നീക്കങ്ങൾക്കനുസരിച്ച് കരുക്കൾ നീക്കാനുള്ള ആലോചനയിലാണ് UDF. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിഗതാഗത വാർത്താവിനിമയ മന്ത്രിയായിരുന്നു. 1971 മുതൽ 1991 വരെ തുടർച്ചയായി 6 തവണ വടകര മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നയതന്ത്രജ്ഞനും വാഗ്മിയുമായ ഉണ്ണികൃഷ്ണൻ UN അടക്കമുള്ള വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട്. സംസ്കാരം നാളെ നടക്കും.
ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ അറസ്റ്റിലായി KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. മന്ത്രിക്ക് നേരെ ഉണ്ടായത് വെറും ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രമാണെന്നും അതിൽ വധശ്രമത്തിന് കേസെടുത്തത് ശരിയല്ല എന്ന വാദമാണ് പ്രതിഭാഗത്തിൻ്റേത്. ആരോഗ്യനില മോശമായതിനാൽ മൊഴിയെടുക്കാനാവാത്ത മന്ത്രി ചാനലുകളിൽ സംസാരിക്കുന്നുണ്ടെന്നും പ്രതികളുടെ കൈവശം ആയുധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നത് കാണണമെങ്കിൽ ചാത്തന്നൂർ നിയോജക മണ്ഡലം സന്ദർശിച്ചാൽ മതി. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി ജനകീയ അഭിലാഷങ്ങളുടെ സ്വപ്നഭൂമിയായി മണ്ഡലം മാറുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള വിതരണം, സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനം, പാലം നിർമ്മാണം തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യം, പശ്ചാത്തല സൗകര്യങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കിയാണ് ചാത്തന്നൂർ മണ്ഡലം വികസന മുന്നേറ്റം കൈവരിക്കുന്നത്. ₹28 കോടി ചെലവിൽ പൂർത്തിയാക്കിയ കല്ലുവാതുക്കൽ കുടിവെള്ള പദ്ധതിയും ചാത്തന്നൂർ കുടിവെള്ള പദ്ധതിയും നാടിന്റെ ദാഹമകറ്റാൻ ഏറെ സഹായകമായി. വിദ്യാഭ്യാസ രംഗത്ത് KPHSന് 1.60 കോടി രൂപയും, ചിറക്കര GHSന് 1 കോടി രൂപയും, ചാത്തന്നൂർ GLPSന് 1.90 കോടി രൂപയും അനുവദിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഈ മുന്നേറ്റം ശ്രദ്ധേയമാണെന്ന് മണ്ഡലം MLA GS ജയലാൽ വ്യക്തമാക്കി. കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ കിഫ്ബി വഹിക്കുന്ന പങ്ക് വിവരണാതീതമാണ്. നമ്മൾ സ്വപ്നതുല്യമായ വികസനമാണ് കേരളത്തിൽ കിഫ്ബി വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പരിശോധിക്കുമ്പോൾ 1,10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കിഫ്ബി വഴി ഈ ഗവൺമെൻറ് ഈ 10 വർഷത്തിനകത്ത് നടപ്പിലാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പം ചാത്തന്നൂർ മണ്ഡലത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ, അത് സമഗ്രം ചാത്തന്നൂർ എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ കാർഷിക മേഖലയിൽ, മറ്റ് പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ ഒക്കെ നടപ്പിലാക്കുന്ന പദ്ധതികളുണ്ട്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സ്കൂളുകൾക്ക്, അത് ഹൈസ്കൂളുകൾ, ഇപ്പോൾ ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, പൂവക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, നെടുങ്കോലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, തെക്കുംഭാഗം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, ആദിച്ചല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായാലും, കല്ലുവാതുക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളായാലും, ചിറക്കര ഗവൺമെൻറ് ഹൈസ്കൂളായാലും, നെടുങ്കോലം ഗവൺമെൻറ് ഹൈസ്കൂളായാലും, ഉളിയനാട് ഗവൺമെൻറ് ഹൈസ്കൂളായാലും, കലക്കോട് UPS ആയാലും, അതുപോലെ പിന്നെ എല്ലാ സ്കൂളും, അടുതല LPS, കോയിപ്പാട് LPS, കൂനയിൽ LPS, കൊട്ടപ്പുറ LPS, വിസ്താര പാരിപ്പള്ളി LPS, എല്ലാ സ്കൂളുകളും, വേളമാനൂർ UPS, എല്ലാ സ്കൂളുകളിലും 5 കോടി, 3 കോടി, 1 കോടി ഇങ്ങനെ രീതിയിലുള്ള വികസന പ്രവർത്തനം. നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ തന്നെ 100 കോടിയോളം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാടിന്റെ സമസ്ത മേഖലകളിലും പുരോഗതിയിലേക്ക് കുതിക്കുന്ന മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിലേക്ക് 31.60 കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ട്. ചിറക്കര PHSക്ക് 1.75 കോടി രൂപയും, പരവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് 60 ലക്ഷം രൂപയും, കല്ലുവാതുക്കൽ ഹോമിയോ ആശുപത്രിക്ക് 25 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി ഈ ഗവൺമെൻറ് വരുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ മെഡിക്കൽ കോളേജായിരുന്നു. ആ മെഡിക്കൽ കോളേജിനെ 500 പോസ്റ്റുകൾ തുടക്കത്തിൽ ഈ ഗവൺമെൻറ് വന്ന് 4 മാസത്തിനകത്ത് 500 പോസ്റ്റുകൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉൾപ്പെടെ, പ്രിൻസിപ്പാളിനെ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള 500-ലധികം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഏതാണ്ട് അതിനുശേഷം പിന്നെ എല്ലാം കൂടി 1000-ഓളം പോസ്റ്റുകൾ, ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫ്, ഹൈടെക് ആയിട്ടുള്ള മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ, 1500-ലധികം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് നമുക്ക് കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചാത്തന്നൂരിൻ്റെ ആരോഗ്യ മേഖലയിൽ നെടുങ്കോലം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് ബ്ലോക്ക് ഉൾപ്പെടെ, സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ, അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ഉൾപ്പെടെ, അത് പുതിയ പോസ്റ്റ് ക്രിയേഷൻ, 2 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാർ, അനസ്തേഷ്യ ഡോക്ടർ, ഓർത്തോ ഡോക്ടർ ഉൾപ്പെടെയുള്ള പുതിയ ഡോക്ടർമാരുടെ പോസ്റ്റ് ഉൾപ്പെടെ, പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ പോസ്റ്റ് ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ കലക്കോട് CHC, ചാത്തന്നൂർ FHC, പാരിപ്പള്ളി FHC, മരുതമ്പള്ളി FHC, ആച്ചല്ലൂർ FHC ഉൾപ്പെടെയുള്ള എല്ലാം കൂടി ഏതാണ്ട് 1600-ലധികം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ
നമുക്ക് ഈ ആരോഗ്യ മേഖലയിൽ തന്നെ ചാത്തന്നൂർ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റുകളുടെ നവീകരണത്തിനായി 13 കോടിയിലധികം രൂപയും റോഡുകളും പാലങ്ങളും വികസിപ്പിക്കാൻ 100 കോടിയിലധികം രൂപയും അനുവദിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചാത്തന്നൂർ ഗവൺമെന്റ് VHSS ആധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. കിഫ്ബിയിൽ നിന്ന് 5 കോടി ഉൾപ്പെടെ 9 കോടിയുടെ പദ്ധതികൾ പൂർത്തിയാക്കി. മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി. സ്കൂളുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുപോലെ കളിക്കളം നമ്മുടെ ചെറുപ്പക്കാരുടെ പിന്നെ ഈ പറയുന്ന ലഹരി ഒരു വല്ലാത്ത ഇപ്പോൾ സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ ചെറുപ്പക്കാർക്ക് പൊതുവിടങ്ങൾ കളിക്കാൻ ഒരുക്കി കൊടുക്കുക. ഇന്നിപ്പോൾ 10-25 പേര് കളിക്കുന്ന സ്ഥലം അത് മൾട്ടിപർപ്പസ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ആക്കി മാറ്റിക്കൊണ്ട് 100-150 ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മൾട്ടിപർപ്പസായി ഒരു ഗ്രൗണ്ടിന് എല്ലാ അർത്ഥത്തിലും ഫുട്ബോളും വോളിബോളും ഷട്ടിൽ ബാഡ്മിൻ്റനും ചിൽഡ്രൻസ് പാർക്കും വയോജന ക്ലബ്ബും പിന്നെ ഈ എന്താ പറയുക ഓപ്പൺ ജിംനേഷ്യം ഉൾപ്പെടെയുള്ള അങ്ങനെ ആ സ്ഥലത്തിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പദ്ധതി കളിക്കളം ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ചാത്തന്നൂർ നടപ്പിലാക്കണം. അതിൻ്റെ ഭാഗമായിട്ട് പുതക്കുളം മിനി സ്റ്റേഡിയം ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടായി മാറിക്കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ നല്ല ഉപയോഗിക്കും. ചെറക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, തെക്കുംഭാഗം ഗവൺമെൻറ് ഹൈസ്കൂൾ 1 കോടി രൂപയാണ് ചെറക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, 1,25 ലക്ഷം രൂപയാണ് തെക്കുംഭാഗം ഹൈസ്കൂൾ ഗ്രൗണ്ട്, 1,30 ലക്ഷം രൂപയാണ് മിനി സ്റ്റേഡിയം, 1,90 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് കല്ലുവാതിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, അതുപോലെ മീനാട് MC പുരം ഗ്രൗണ്ട്, മീനാട് സാംസ്കാരിക ഗ്രൗണ്ട്, പിന്നെ 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നടക്കൽ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. പൊയ്യപ്പള്ളി ഗ്രൗണ്ട് 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. അങ്ങനെ 15 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആ മേഖലയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു അംഗൻവാടികൾ നവീകരണം, പൊൻകിരണം ചാത്തന്നൂർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 50ഓളം അംഗൻവാടികളാണ് ഹൈടെക് അംഗൻവാടികളായി. അത് എല്ലാ അർത്ഥത്തിലും ഹൈടെക് അംഗൻവാടികളാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനം നടക്കുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 28 കോടി രൂപ ചെലവഴിച്ച് കല്ലുവാതുക്കൽ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കി. 68 കോടി രൂപ ചെലവഴിച്ച് ചാത്തന്നൂർ കുടിവെള്ള പദ്ധതി കിഫ്ബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമായി. കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ജലവിതരണ ശൃംഖലയ്ക്കായി 58 കോടി രൂപയും അനുവദിച്ചു. വലിയ മാറ്റമാണ് PWD റോഡുകളുടെ ഭാഗത്തുണ്ടായത്. അതുപോലെ പാലങ്ങൾ, നമ്മുടെ ഇത്തിക്കര ആറിന് കുറുകെ 2 കിലോമീറ്ററിനുള്ള 4 പാലങ്ങളാണ്. കേരളത്തിൽ 2 കിലോമീറ്ററിനുള്ള ഒരു ആറിന് കുറുകെ 4 പാലങ്ങൾ ചെയ്യുന്ന ഏക സ്ഥലം ചാത്തന്നൂരായിരിക്കും. അത് വലിയ അഭിമാനമുണ്ട്. അതിൽ പള്ളിക്കവനടി പാലം, കുമ്മല്ലൂർ പാലം, പള്ളിക്കവനടി 12 കോടിയാണ്, കുമ്മല്ലൂർ പാലം വേണ്ട 7 കോടിയോളം രൂപയാണ്, നെഹ്റു പാലം 8 കോടി രൂപയാണ്, അത് ആനഞ്ച നടപ്പാലം 2 കോടിയോളം രൂപയാണ്. അപ്പം 4 പാലങ്ങൾ. ഒല്ലാൽ മേപ്പാലം 4 ദശാബ്ദം മുമ്പ് നമ്മുടെ നാട്ടിലൊരു ജനപ്രതിനിധി കല്ലിട്ടിട്ട് പോയതാണ്. ബഡ്ജറ്റ് പൈസ ഉണ്ടായിരുന്നില്ല. ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വേണ്ടി വന്നു അത് ഏറ്റെടുക്കാൻ. 38 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ആ മേപ്പാലത്തിൻ്റെ എല്ലാം ഡിസൈനും എല്ലാം റെഡിയായി. ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. റെയിൽവേയുടെ അംഗീകാരം വാങ്ങാൻ വേണ്ടി 4 കൊല്ലമാണ് റെയിൽവേ തടസ്സപ്പെടുത്തിയത്. നമ്മളത് ഗവൺമെൻറ് പ്രത്യേകമായി ഇടപെട്ടുകൊണ്ടാണ് ആ സാങ്ഷൻ വാങ്ങിയെടുത്തത്. ഒല്ലാൽ മേപ്പാലം, മാമ്മൂട്ടി കടവ് കായൽപ്പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെറും വായ്ത്താരിയായി അര നൂറ്റാണ്ടായി ഉണ്ടായിരുന്നൊരു പ്രോജക്റ്റാണ്. അതിപ്പോൾ ഈ ഗവൺമെൻറ് അതിന് പ്രാഥമിക നടപടി ആരംഭിച്ചു. 35 ലക്ഷം രൂപ അനുവദിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് എല്ലാം 2-3 വർഷം എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് എല്ലാം പൂർത്തിയാക്കി 120 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുകയാണ് കിഫ്ബി വഴി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ആ നടപടിയിലേക്ക് നമ്മൾ പോവുകയാണ്. കിഫ്ബിയാണ് നമുക്ക് അതിനെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു മാർഗം. അപ്പോൾ അത് ഇപ്പോൾ ഒരു പ്രോജക്റ്റായി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കപ്പെട്ടു. മറ്റത് വെറും വൈത്താരി മാത്രമായിരുന്നു. കേരളത്തിൽ എല്ലാ വില്ലേജുകളും ഡിജിറ്റൽ സർവേ നടത്തുന്ന ഏക നിയോജക മണ്ഡലം ചാത്തന്നൂരായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ജനപക്ഷം ചാത്തന്നൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ സർക്കാർ ഓഫീസുകളുടെ സ്മാർട്ട് സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നേടിയ മണ്ഡലമായതുകൊണ്ടാണ് സംസ്ഥാനത്ത് ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് ഈ മണ്ഡലം തിരഞ്ഞെടുത്തത്. സംസ്ഥാനത്ത് ആദ്യമായി എല്ലാ വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടത്താനുള്ള മണ്ഡലമായിട്ട് ഈ മണ്ഡലം തിരഞ്ഞെടുത്തതെല്ലാം ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്ന് മാറ്റമാണ്. അപ്പം റോഡുകളും പാലങ്ങളും അത്തരം കാര്യങ്ങൾ മാത്രമല്ല, സ്മാർട്ട് സർവീസ്, ഒരു പുതിയ സേവന സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ പശ്ചാത്തല സൗകര്യ വികസനങ്ങളെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്. ഏതാണ്ട് 2000-ലധികം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് കിഫ്ബി ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാത്തന്നൂർ മണ്ഡലത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷമാണ് ചാത്തന്നൂരുകാർക്കുള്ളത്. അത് ഈ ഗവൺമെൻറ്റിനോട്
തീർത്താൽ തീരാത്ത നന്ദിയുള്ളവരായിരിക്കും എന്നും ചാത്തന്നൂരുകാരെന്നുള്ളത് സന്തോഷപൂർവ്വം ഓർമ്മിക്കുകയാണ്. വികസനത്തിന്റെ പാതയിലൂടെ മുന്നേറുന്ന ചാത്തന്നൂർ മണ്ഡലം സമഗ്ര പുരോഗതിയിലൂടെ പുതിയ ചരിത്രം കുറിച്ച് മുന്നേറുകയാണ്. കല്യാൺ സിൽക്സ് ഹോൾസെയിൽ ഡിവിഷന്റെ പുതിയ അത്യാധുനിക ഷോറൂം തൃശൂർ ഗോസായിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി പി രാജീവ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 1,00,000 ചതുരശ്ര അടിയിൽ 7 നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ കേന്ദ്രം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ടെക്സ്റ്റൈൽ ഡിവിഷനായി മാറിയിരിക്കുകയാണ്. ചടങ്ങിൽ കല്യാൺ സിൽക്സ് ഗ്രൂപ്പ് ചെയർമാൻ TS പട്ടാഭിരാമൻ സ്വാഗതം പറഞ്ഞു. പുതിയ സമുച്ചയത്തിലെ ആദ്യ വിൽപ്പന കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ TS കല്യാണരാമൻ ഏറ്റുവാങ്ങി. 7 നിലകളിലായി റെഡിമെയ്ഡുകൾ, ടെക്സ്റ്റൈൽ, സാരികൾ, ഹോം ഫർണിഷിംഗ് തുടങ്ങി ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 15,000 സ്ക്വയർ ഫീറ്റിലെ അത്യാധുനിക ഇൻഹൗസ് പ്രൊഡക്ഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ യൂണിറ്റും യൂണിഫോമുകൾക്കായുള്ള പ്രത്യേക ഫ്ലോറും ഈ പുതിയ സമുച്ചയത്തിന്റെ മാത്രം സവിശേഷതയാണ്. തൃശൂർ MLA P ബാലചന്ദ്രൻ, കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കല്യാൺ സിൽക്സ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വർദ്ധിനി പ്രകാശ്, മധുമതി മഹേഷ് എന്നിവരും ചടങ്ങിന് നേതൃത്വം നൽകി. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇന്ന് പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാലയുടെ തത്സമയ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായി തന്നെ എത്തിക്കും. അതിനായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ കാണുക. നമസ്കാരം.